മൂന്നാമതൊരു രാജ്യത്തിനെതിരെ US മണ്ണിൽ നിന്ന് ഉയർന്നു വന്നതായി അറിയപ്പെടുന്ന ആദ്യത്തെ ആണവ ഭീഷണിക്ക് ചുട്ട മറുപടി നൽകി ഇന്ത്യ. പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീറിന്റെ ആണവായുധ ഭീഷണിയെ ഇന്ത്യ തിങ്കളാഴ്ച അപലപിച്ചു. പാകിസ്ഥാന്റെ ആണവ ഭീഷണിക്ക് രൂക്ഷമായ ഭാഷയെ പ്രതികരിച്ച ഇന്ത്യ പാകിസ്ഥാനെതിരെയും അമേരിക്കയ്ക്കെതിരെയും സമചിത്തതയോടെ ഇന്ത്യ ഒരേ സമയം പ്രതികരണം നടത്തി. ആ രീതിയിൽ ഇന്ത്യയുടെ പ്രതികരണം ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ്. ഇന്ത്യയുടെ സൗഹൃദ രാജ്യത്തിന്റെ മണ്ണിൽ നിന്ന് ഇന്ത്യയെ ന്യൂക്ലിയർ ആയുധങ്ങളുടെ പേരിൽ ഭീഷണിപ്പെടുത്താൻ പാകിസ്ഥാൻ ഉപയോഗിച്ചു എന്നത് ഗുരുതരമാണ്. ഇത് ഇറാനേക്കാളും ഉത്തര കൊറിയയെക്കാളും വളരെ ഗുരുതരമായ രീതിയിൽ ആണവായുധം ഉപയോഗിക്കുന്നതിലേക്ക് പാകിസ്ഥാനെ എത്തിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സൗഹൃദ രാജ്യമായ അമേരിക്കയുടെ മണ്ണിൽ നിന്ന് അമേരിക്കയെ പിറകിൽ നിർത്തി പാകിസ്ഥാൻ തനിനിറം കാട്ടുന്നുവെന്ന അമേരിക്കയ്ക്ക് മുഖമടച്ച മറുപടി ഇന്ത്യ കൊടുത്തിട്ടുണ്ട്. മാത്രവുമല്ല, പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ ഭദ്രമല്ല എന്ന മുന്നറിയിപ്പും ഇന്ത്യ നൽകിയിരിക്കുന്നു. ഒപ്പം ഇറാന്റെ ആണവായുധങ്ങൾ മിഡിൽ ഈസ്റ്റിന് ഭീഷണിയാണ്, അത് ഭദ്രമല്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഇത് തീവ്രവാദ ഭീകരവാദത്തിലേക്കാണ് പോകുന്നത് എന്ന ഒരു സൂചനയും ഇന്ത്യ നൽകുന്നു. മറ്റൊരു ഇറാൻ മോഡൽ ആക്രമണത്തിലേക്ക് വഴിതെളിക്കുമോ? പാകിസ്ഥാന്റെ ആണവ കുന്നുകൾ ഇന്ത്യ ഉന്നമിടുമോ എന്നതാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. ഇനിയൊരു യുദ്ധമുണ്ടായാൽ ഇസ്രായേൽ ഇറാനെ ഉന്നമിട്ടതുപോലെ പാകിസ്ഥാന്റെ ആണവ മേഖലയുടെ അടിവേരുകൾ ഇല്ലാതാക്കാൻ ഇന്ത്യ ശ്രമിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്.